ഫലസ്തീനികൾ ഞെരുങ്ങിക്കഴിയുന്ന വെസ്റ്റ് ബാങ്കിലെ ജനിൻ അഭയാർത്ഥി ക്യാമ്പ്. തിങ്കളാഴ്ച പുലർച്ചെ ആകാശത്ത് ശവക്കണ്ണുമായി കഴുകന്മാരെ പോലെ ഇസ്രായേൽ സൈന്യത്തിന്റെ ഡ്രോണുകൾ ക്യാമ്പുകൾക്ക് മുകളിൽ തലങ്ങും വിലങ്ങും പറന്നു. താഴെ ബുൾഡോസറുകൾ ക്യാമ്പിലേക്കുള്ള പ്രധാന റോഡുകളെല്ലാം തകർത്തു, വീടുകൾ ശിഥിലമാക്കി. ഇസ്രായേൽ സൈന്യം നടത്തിയ ഈ ക്രൂരമായ സൈനികാക്രമണത്തിൽ 15ഉം 17ഉം വയസ്സുള്ള 2 കുട്ടികൾ ഉൾപ്പെടെ 9 പേരാണ് മരിച്ചത്. റാമല്ലയിൽ 21-കാരനായ ഫലസ്തീനി യുവാവിനെയും കൊലപ്പെടുത്തി. 50 പേർക്കാണ് പരിക്കേറ്റത്. ഇവരിൽ 10 പേരുടെ നില അതീവ ഗുരുതരമാണ്. പരിക്കേറ്റവരുടെ എണ്ണം ഇതിലുമേറെയാകുമെന്നാണ് വരുന്ന റിപ്പോർട്ടുകൾ. 1000-ലേറെ സൈനികരുടെ അകമ്പടിയിൽ ഡ്രോണുകൾ ആകാശത്തു നിന്നും 150ഓളം ബുൾഡോസറുകളും കവചിത വാഹനങ്ങളും കരമാർഗവും. ജനിൻ ക്യാമ്പിൽ 2002 ശേഷം നടത്തിയ ഏറ്റവും വലിയ സൈനിക നീക്കമായിരുന്നു ഇത്. ജനിൻ ബ്രിഗേഡ്സ് എന്ന സായുധ സംഘത്തെ ലക്ഷ്യമിട്ടാണ് ആക്രമണമെന്നായിരുന്നു ഇസ്രായേൽ വാദം. എതിർപ്പുമായി എത്തിയ സിവിലിയന്മാരെ വെടിവെച്ച് വീഴ്ത്തി. മരിച്ചവരെയും പരിക്കേറ്റവരെയും ആശുപത്രിയിൽ എത്തിക്കാൻ വന്നവർക്ക് പോലും പ്രവേശനം നിഷേധിച്ചു. ബുൾഡോസറുകൾ വഴികൾ തകർത്ത് രക്ഷാപ്രവർത്തനം ദുഷ്കരമാക്കി. ഏറെ നാളായി ഇസ്രായേൽ ലക്ഷ്യമിടുന്നതാണ് ഫലസ്തീനികൾ തെങ്ങി ഞെരുങ്ങിക്കഴിയുന്ന വെസ്റ്റ് ബാങ്കിലെ ഏറ്റവും വലിയ അഭയാർത്ഥി ക്യാമ്പ്. 2 പതിറ്റാണ്ടിനിടെ ഇവിടെ 100-ലേറെ ഫലസ്തീനികളെയാണ് ഇസ്രായേൽ സേന വധിച്ചത്. 2002-ൽ 10 ദിവസം നീണ്ട ആക്രമണത്തിൽ ക്യാമ്പിനകത്ത് 52 ഫലസ്തീനികൾ വധിക്കപ്പെട്ടു. 100 കണക്കിന് വീടുകൾ തകർക്കപ്പെട്ടതിനെ തുടർന്ന് ആയിരക്കണക്കിന് പേർ അഭയാർത്ഥികളായി. അതിനുശേഷം നടക്കുന്ന ഏറ്റവും വലിയ ആക്രമണമാണിത്. ആക്രമണം ഒരു ദിവസം കൊണ്ട് അവസാനിക്കുന്നില്ലെന്നും ജനിൻ ബ്രിഗേഡ്സിന്റെ കമാൻഡ് സെന്ററായി പ്രവർത്തിച്ച കെട്ടിടമാണ് തകർത്തതെന്നുമാണ് ഇസ്രായേൽ സൈന്യത്തിന്റെ ഭീഷണി. സായുധ സംഘങ്ങളിൽപ്പെട്ടവരെ പിടികൂടും വരെ ജനിനിൽ സൈനിക നടപടി തുടരുമെന്നും ഭീകര താവളങ്ങൾക്ക് നേരെയാണ് ഈ ആക്രമണമെന്നുമാണ് ഇസ്രായേൽ വിദേശകാര്യമന്ത്രി എലി കോഹൻ പറഞ്ഞത്. ജനിനിലെ സംഭവ വികാസങ്ങൾ റിപ്പോർട്ട് ചെയ്യാനെത്തിയ മാധ്യമ പ്രവർത്തകർക്ക് നേരെയും ഇസ്രായേൽ സൈന്യം ആക്രമണം നടത്തിയതായി അൽ ജസീറ റിപ്പോർട്ട് ചെയ്തു. താനും 4 മാധ്യമ പ്രവർത്തകരും ക്യാമ്പിനകത്ത് 2 മണിക്കൂറോളം കുടുങ്ങിക്കിടന്നതായും ദൃശ്യം പകർത്തിയ ക്യാമറ സൈന്യം തകർത്തതായും അൽ അറബി ചാനൽ കറസ്പോണ്ടന്റ് അഹമ്മദ് ഷഹദി പറഞ്ഞു. ഇതാദ്യമായല്ല ജനിനിൽ മാധ്യമ പ്രവർത്തകർ വേട്ടയാടപ്പെടുന്നത്. കഴിഞ്ഞ വർഷം ക്യാമ്പിൽ നടത്തിയ സൈനിക റെയ്ഡ് റിപ്പോർട്ട് ചെയ്തതിനിടെ അൽ ജസീറ മാധ്യമ പ്രവർത്തകരെയും ഇസ്രായേൽ സൈനികർ ക്രൂരമായി കൊലപ്പെടുത്തിയിരുന്നു. ജനിനിൽ യുവാക്കൾക്കിടയിൽ ഉയരുന്ന പ്രതിഷേധ നിലപാടുകളെ വേരോടെ പിഴുതെറിയുക എന്ന ഉദ്ദേശ്യമാണ് ഇസ്രായേൽ നടപ്പാക്കുന്നതെന്നാണ് നിരീക്ഷകർ പറയുന്നത്. ഇസ്രായേലിനെതിരെ യുവാക്കൾ സായുധ പ്രതിഷേധം തീർക്കാതിരിക്കാനുള്ള പ്രതിരോധമാണിതെന്നും അധിനിവേശ വെസ്റ്റ് ബാങ്കിലെ ഫലസ്തീനികൾക്കെതിരെ ഇസ്രായേൽ വലതുപക്ഷ സർക്കാർ കടുത്ത സമീപനം തുടരാൻ സാധ്യതയുണ്ടെന്നുമാണ് നിഗമനം. സംഭവത്തിൽ ഇസ്രായേലിനെ ഖത്തർ, തുർക്കി, ജോർദാൻ, ഈജിപ്ത് അടക്കമുള്ള അറബ് രാജ്യങ്ങൾ കുറ്റപ്പെടുത്തി. അതേസമയം ഭീകരവാദ ഗ്രൂപ്പുകളുടെ പ്രവർത്തനത്തിൽ നിന്നും ഇസ്രായേൽ ജനതയെ രക്ഷിക്കാനുള്ള അവകാശത്തെ പിന്തുണയ്ക്കുന്നുവെന്നും എന്നാൽ സാധാരണ മനുഷ്യരുടെ ജീവൻ സംരക്ഷിക്കപ്പെടേണ്ടതുണ്ടെന്നുമാണ് US-ന്റെ നിലപാട്.